പെരിയാറിൽ മീനുകൾ ചത്തുപൊങ്ങിയതിൽ മലിനീകരണ നിയന്ത്രണ ബോർഡിന് വീഴ്ചയെന്ന് ഫോർട്ട് കൊച്ചി സബ് കളക്ടറുടെ റിപ്പോർട്ട്. വ്യവസായ സ്ഥാപനങ്ങളുടെ നിരീക്ഷണ സംവിധാനം അപര്യാപ്തമാണ്. പെരിയാറിന് വലിയ പാരിസ്ഥിതിക തിരിച്ചടി ഉണ്ടായോ എന്ന് പരിശോധിക്കപ്പെടണം. മത്സ്യ കർഷകർക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. റിപ്പോർട്ട് ചീഫ് സെക്രട്ടറിക്ക് കൈമാറിയിട്ടുണ്ട്. എസ് ശ്യാംകുമാർ വിവരങ്ങൾ നൽകാനുണ്ട്. ശ്യാം, ഈ മീനുകൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയ സംഭവത്തിൽ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ വീഴ്ച എന്നാണോ സബ് കളക്ടറുടെ റിപ്പോർട്ടിൽ പറയുന്നത്? എന്താണ് ആ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം? ഗോപികൃഷ്ണൻ മജിസ്റ്റീരിയൽ തല അന്വേഷണം നടത്തി സബ് കളക്ടർ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് പെരിയാറിന്റെ നിരീക്ഷണത്തിന് വേണ്ടി നിലവിലുള്ള സംവിധാനങ്ങൾ അപര്യാപ്തമാണ് എന്ന് വളരെ വ്യക്തമായി തന്നെ പറയുന്നത്. നിലവിൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ഒരു സംവിധാനം 24 മണിക്കൂറും പെരിയാർ നിരീക്ഷണത്തിനായി എന്ന പേരിൽ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് ഈ ദുരന്തത്തിന്റെ സൂചിപ്പിക്കുന്നതെന്നും പറയുന്നു. അതിനു പുറമെ മത്സ്യത്തൊഴിലാളികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അവരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഒരു സംവിധാനം രൂപീകരിക്കണം, എങ്കിൽ മാത്രമേ പെരിയാറിന്റെ നിരീക്ഷണം സാധ്യമാകൂ എന്ന ആ റിപ്പോർട്ടിൽ പറയുന്നു. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന് വീഴ്ച സംഭവിച്ചു എന്ന വളരെ വ്യക്തമായി തന്നെ ആ റിപ്പോർട്ടിൽ പറയുന്നു. കാരണം മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെ ഈ ദുരന്തം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ മത്സ്യങ്ങൾ ചത്തുപോകുന്നു എന്ന വിവരം അറിയിച്ചിട്ട് പോലും പെരിയാറിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നിരീക്ഷിക്കാനോ മത്സ്യത്തൊഴിലാളികളെ ഉൾപ്പെടെ പറഞ്ഞ് മനസ്സിലാക്കാനോ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന് സാധിച്ചില്ല. ഇതാണ് വലിയൊരു വീഴ്ചയ്ക്ക് ഇടയാക്കിയത്. അതിനപ്പുറത്തേക്ക് പെരിയാറിന് ഇപ്പോൾ എന്ത് സംഭവിച്ചു എന്നുള്ളതിൽ ഒരു പഠനം നടത്തണം, അത് പാരിസ്ഥിതിക പഠനം നടത്തണം. പെരിയാറിൽ ഇനി ഏതെങ്കിലും തരത്തിലുള്ള അതിജീവനത്തിന് പുതിയ മാർഗ്ഗങ്ങൾ ചെയ്യണോ എന്നുള്ളത് പാരിസ്ഥിതികമായ പഠനം നടത്തണമെന്നും മജിസ്റ്റീരിയൽ തല അന്വേഷണത്തിലൂടെ സബ് കളക്ടറുടെ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും പെരിയാറുമായി ബന്ധപ്പെട്ട് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്, അതിന്റെ ചുമതലയുണ്ടായിരുന്ന പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന് വലിയ വീഴ്ച സംഭവിച്ചു. നിരീക്ഷണത്തിന് വേണ്ടി പെരിയാറിന് വേണ്ടി മാത്രം പ്രത്യേക സംവിധാനം ഒരുക്കണമെന്നുള്ളതാണ്. ഇത് കഴിഞ്ഞ ദിവസം കുഫോസ് സമർപ്പിച്ച റിപ്പോർട്ടിലും അവർ അതിന് തയ്യാറാണ് എന്ന് പറഞ്ഞിരുന്നു. നിലവിൽ പമ്പയുടെ നിരീക്ഷണം കുഫോസ് കൃത്യമായി ചെയ്യുന്നുണ്ട്. ആ രീതിയിൽ ഒരു സംവിധാനം ഒരുക്കണമെന്നുള്ളത് തന്നെയാണ് സബ് കളക്ടറുടെ റിപ്പോർട്ടിലും ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഏതായാലും പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ വീഴ്ച അക്കമിട്ട് നിരത്തുന്നതാണ് നിലവിൽ സബ് കളക്ടർ സമർപ്പിച്ചിരിക്കുന്ന മജിസ്റ്റീരിയൽ അന്വേഷണ റിപ്പോർട്ട്. ഗോപികൃഷ്ണൻ, ശരി, മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ വീഴ്ചകൾ വിശദീകരിച്ചുകൊണ്ടുള്ളതാണ് സബ് കളക്ടറുടെ റിപ്പോർട്ട്. വ്യവസായ സ്ഥാപനങ്ങളുടെ നിരീക്ഷണ സംവിധാനം അപര്യാപ്തമാണ് എന്ന റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പെരിയാറിന് പാരിസ്ഥിതിക തിരിച്ചടി ഉണ്ടായെന്ന കാര്യം പരിശോധിക്കണമെന്ന ആവശ്യവും ആ റിപ്പോർട്ടിൽ ഉണ്ട്. ആ റിപ്പോർട്ട് ചീഫ് സെക്രട്ടറിക്ക് കൈമാറി. എസ് ശ്യാംകുമാർ ഞങ്ങളുടെ പ്രതിനിധിയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.